യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പൊ പാലക്കാട് MLA. അത് ഒരിക്കലും രാജിവെച്ചുകൂടാ. പ്രണായി രാജിവെച്ചെങ്കിലേ പറ്റുള്ളൂ. എങ്കിലേ കൊച്ചു കൊച്ചു കുട്ടികൾക്കും വലിയവർക്കും വയസ്സായവർക്കും എല്ലാവർക്കും ജീവിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും അവരെ പാർട്ടിക്കാർക്ക് മാത്രമേ എവിടെയും ജോലിയുള്ളൂ, എവിടെ സ്ഥാനമുള്ളൂ. നമ്മളെല്ലാം ചെന്ന് മുട്ടണ സ്ഥലത്തെല്ലാം ഈ പ്രണായി അടച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലം. ഇപ്പൊ ഒരു കിലോ അരിയ ഒരു തലയിൽ തേക്കാൻ ഒരു എണ്ണ മേടിച്ച് തേക്കാനുള്ള നിവർത്തിയില്ലേ മക്കളെ? ആ കണ്ടീഷനായി. നമുക്ക് രാജിവെക്കേ വേണ്ട, യോജിപ്പല്ല. ഈ പ്രണായി രാജിവെച്ച് പോട്ടെ, നമുക്ക് ഈ നാട് നന്നാവട്ടെ. അവര് കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോഴും നമുക്ക് നാഴിയേരി വെള്ളമെങ്കിലും മേടിച്ച് കുടിക്കാൻ കിട്ടും. അതേ നമ്മൾ പറയണോളൂ. അല്ല ഇത് യമനെ ഇവിടുന്ന് തള്ളി തൂത്തടിച്ച് കളയണം. വീറും പന്നയാണ്, വീറും അടിക്കുകയാണ്. നമ്മൾ എവിടെ ചെന്നാലും ഒരു പഠിക്കാന്ന് അവരെ ആൾക്കാർക്ക് മാത്രം ഈ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ജോലി കൊടുക്കുള്ളൂ. എല്ലാവരും ഒരു രോഗിയോട് ചെന്ന് കരഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അവർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. ഇപ്പൊ അവർക്ക് മാത്രം അവരെ പാർട്ടിക്കാർ, അവര് നിയമിക്കുന്ന ആൾക്കാർ, അവര് വെക്കുന്ന ആൾക്കാർ, അവര് കൈക്കൂലി വേടുപ്പ്, അവര് പല പ്രശ്നം കൊണ്ടും ഈ നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നാക്കാൻ കോൺഗ്രസ്സുകാർ ആരെങ്കിലും നന്നാക്കുള്ളൂ. ഇത് ഭരണം മാറി വരണം എന്നാണ്. ഭരണം മാറി വരുമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. വിഘ്നേശ്വരന് തേങ്ങോരടിക്കും. ഈ ഭരണം മാറി കോൺഗ്രസ് ഭരണം വരണം. കോൺഗ്രസ് ഭരണോ BJP ഭരണം വന്നാലും വേണ്ട, ഈ ഭരണം മാറരുത്. അതാ നശിച്ച അബദ്ധങ്ങൾ വന്നെങ്കിലേ ഈ പാവപ്പെട്ട നമ്മളായ ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റ്. ഒരു നാഴിയരിക്ക് ഇവിടെ ഇരിക്കാൻ വയ്യാത്ത ചീത്തവിളിയും അട്ടഹാസവും പ്രശ്നവും നമ്മളെ നാഴിയരിക്ക് ഇവിടെ മേടിക്കാൻ മാനസികം കൊണ്ട് എല്ലാം കൊണ്ട് തകർന്നിരിക്കുകയാണ് ഈ പാർട്ടിക്കാരെ കാരണം. നമ്മൾ എന്ത് വേണോന്ന് വെച്ചാൽ അതുകൊണ്ട് ഭരണം വരട്ടെ, അവര് തന്നെ വരണേ. നമ്മൾ വിഘ്നേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭരണം മൊത്തം തൂത്തടിച്ച് വെളിയിൽ പോട്ടെ എന്നേ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. വേറെ ഒന്നും എനിക്ക് പറയാനില്ല പൊന്നുമോനെ. ഇത് തന്നെ വരട്ടെ, യവത്തുങ്ങൾ തൂത്തടിച്ച് പോട്ടെ, രാജീവ് ഗാന്ധി ഭരിച്ച് വരട്ടെ, നമുക്ക് നന്മ കിട്ടട്ടെ, അത്രേ പറയണം.